ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്ന ഒരു അന്താരാഷ്ട്ര വാർത്തയാണ്. ഒരു വിമാനാപകടമാണ്. മെക്സിക്കോയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. സാൻ മാറ്റിയോ അറ്റൻകോയിൽ അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കുകയായിരുന്ന ഒരു ചെറിയ സ്വകാര്യ ജെറ്റ് തകർന്നു വീണു. ആ തകർന്നു വീണതിന് പിന്നാലെ 7 പേരാണ് മരിച്ചത്. അതൊരു സ്വകാര്യ ജെറ്റാണ്. അടിയന്തര ലാൻഡിങ്ങിനിടെയാണത് തകർന്നു വീണത്. എന്തോ സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആ സാങ്കേതിക തകരാർ മനസ്സിലാക്കിയ ശേഷം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. അത് പ്രധാനമായും അക്കാപുൽക്കോയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ്. മെക്സിക്കോ സിറ്റിയിൽ നിന്ന് 31 മൈൽ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ടൊലൂക്ക വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു. അക്കാപുൽക്കോയിൽ നിന്ന് ടൊലൂക്കയിലേക്ക് പോകുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു വ്യാവസായിക പ്രദേശത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അപകട സ്ഥലം അതാണ്. ഈ വിമാനത്താവളത്തിൽ നിന്ന് ഒരു 3 മൈൽ അകലെയാണ്. ആ ഒരു വ്യാവസായിക പ്രദേശമാണ്. അവിടെയാണ് അപകടം ഉണ്ടായത്. ആ ദൃശ്യങ്ങൾ കാണാം. പുക വലിയ രീതിയിൽ ഉയരുന്നത് കാണാം. ഒരു ഫുട്ബോൾ മൈതാനത്തേക്ക് ഇറക്കാനാണ് ശ്രമിച്ചിരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ദൃശ്യങ്ങൾ കാണാം. അത് അടിയന്തര ലാൻഡിംഗ് നടത്താൻ ഒരുങ്ങിയതായിരുന്നു അത്. എന്നാൽ പെട്ടെന്നത് ഒരു അപകടത്തിലേക്കാണ് അത് പോയത്. ഒരു മൈതാനത്തേക്ക്, ഒരു ഫുട്ബോൾ മൈതാനത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചതായിരുന്നു. പക്ഷേ ഈ തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു വ്യാവസായിക പ്രദേശമാണ്. അവിടെ ഒരു വ്യവസായ കേന്ദ്രത്തിൻ്റെ മേൽക്കൂരയിലൊക്കെ ഇടിച്ച് അത് ഇറങ്ങുകയായിരുന്നു. ആ ഇടി അല്ലെങ്കിൽ ആ ഒരു ആഘാതം അങ്ങനെ ഇടിച്ചിറങ്ങിയതുകൊണ്ട് അത് ചിറകിനും ഒപ്പം തന്നെ എഞ്ചിനുമൊക്കെ കാര്യമായൊരു തകരാറ് ഉണ്ടായിരിക്കണം. അങ്ങനെ അത് പൊട്ടിത്തെറിച്ചിരിക്കണം. ഈ ഒരു വലിയൊരു അപകടം ഉണ്ടായത്. 8 യാത്രക്കാരും 2 ജീവനക്കാരുമാണ് ഉണ്ടായത്. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും 7 മൃതദേഹങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ആ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ ജെറ്റാണ് തകർന്നു വീണത്. വളരെ ചെറിയ വിമാനമാണ്. സ്വകാര്യ ജെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മുമ്പ് വിമാനാപകടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോലെ അല്ലെങ്കിൽ അഹമ്മദാബാദൊക്കെ ഉണ്ടായ പോലെ അത്രത്തോളം യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റ് അല്ല. ഇതൊരു പ്രൈവറ്റ് ജെറ്റാണ്. അപ്പോൾ അതിൽ ഈ 10-20 താഴെ യാത്രക്കാരൊക്കെ പൊതുവേ ഉണ്ടാകാറുള്ളൂ. അല്ലെങ്കിൽ അത് അത്രയും വലിയൊരു സ്വകാര്യ ജെറ്റൊക്കെ ആയിരിക്കണം. ഇതിപ്പോൾ ഒരു സാധാരണ നിലയിൽ ഈ സ്വകാര്യ ജെറ്റ് എന്ന് പറയുമ്പോൾ അത്ര വലിപ്പം വരാറില്ല. അത്രത്തോളം ആൾക്കാരും അല്ലെങ്കിൽ യാത്രക്കാരും അതിൽ ഉണ്ടാകാറില്ല. സ്വകാര്യമായി എടുക്കുന്നതാണ്. നമ്മൾ ടാക്സി കാറൊക്കെ എടുക്കുന്ന പോലെ സ്വകാര്യ ജെറ്റ് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ആ സ്വകാര്യ ജെറ്റിൽ 8 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 2 ജീവനക്കാരുമേ ഉണ്ടായിരുന്നുള്ളൂ. മെക്സിക്കോയിലാണ് സാൻ മാറ്റിയോ അറ്റൻകോയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അക്കാപുൽക്കോയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ടൊലൂക്കോയിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിൽ വിമാനത്താവളത്തിൽ നിന്ന് 3 മൈൽ അകലെയായിട്ടാണ് ഇത്തരത്തിൽ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. സാങ്കേതിക തകരാറാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിനെ തുടർന്ന് ഒരു അടിയന്തര ലാൻഡിംഗ് ആണ് പൈലറ്റ് ലക്ഷ്യം വെച്ചത്. പക്ഷേ ഒരു ഫുട്ബോൾ മൈതാനത്തേക്ക്, ആ ഫുട്ബോൾ മൈതാനത്തിൻ്റെ ആ ദൃശ്യം കാണാം. ഈ ഒരു മൈതാനത്തേക്കാണ് ഇറക്കാൻ ശ്രമിച്ചിരുന്നത് എന്നുള്ളത് തോന്നുന്നു. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത വ്യാവസായിക പ്രദേശത്തേക്ക്, അവിടുത്തെ ഒരു ബിൽഡിങ്ങിൽ, ഒരു കെട്ടിടത്തിൽ, അതിൻ്റെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു എന്നുള്ളതൊക്കെയാണ്. ആ ഇടിച്ചതിന് ശേഷം അത് പുകയുരുകയും ഇത്തരത്തിലുള്ള വലിയൊരു കത്തി പടരുകയും ഒക്കെ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 7 മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം ഈ ആ പ്രദേശത്തെ വ്യാവസായിക പ്രദേശമാണ്. അവിടുത്തെ 130ഓളം പേരെ ഒഴിപ്പിക്കാനും നിർബന്ധിതരായി അധികൃതർ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത് വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറി ഉണ്ടായാൽ അപകട സംഖ്യ, ഈ ഒരു ആൾനഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയായിരുന്നു. 130ഓളം ആൾക്കാരെ ഒഴിപ്പിച്ചു എന്നാണ് നിലവിലെ ഒരു അപ്ഡേറ്റ് വെച്ച്. 7 മൃതദേഹങ്ങൾ കിട്ടി. 7 പേരാണ് മരിച്ചത് എന്നുള്ളതാണ്. 7 പേരായിരിക്കില്ല, 8 പേരാണ് അതിലുണ്ടായിരുന്നത്. 2 ജീവനക്കാരും ഉണ്ടായിരുന്നു. 7 മൃതദേഹമാണ് കിട്ടിയത്. ഇപ്പോൾ സ്ഥിരീകരിച്ചത് 7 മരണമാണ്. നിലവിൽ ഇത്തരത്തിലുള്ള അപ്ഡേഷൻ ഒക്കെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. സാൻ മാറ്റിയോ അറ്റൻകോ മേയർ അനാമുനിസ് മിലേനിയോ പറഞ്ഞ വിവരങ്ങൾ പ്രകാരമാണ് ഇപ്പോൾ ഇത്തരത്തിൽ മെക്സിക്കോയിൽ സാൻ മാറ്റിയോ അറ്റൻകോയിൽ നടന്ന അപകടത്തിൽ, സ്വകാര്യ ജെറ്റ് തകർന്നുണ്ടായ അപകടത്തിൽ
7 പേർ മരിച്ചിരിക്കുന്നു, 7 മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്നു. 8 യാത്രക്കാരും 2 ജീവനക്കാരുമാണ് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത്. സാങ്കേതിക തകരാറാണ് ഈ അപകടത്തിന് കാരണമെന്നും മനസ്സിലാക്കുന്നു. ഒരു ഫുട്ബോൾ മൈതാനത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഒരു കെട്ടിടത്തിൽ ഇടിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു, തീ പടരുകയായിരുന്നു എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്.